ഉള്ളത് ട്രെയിൻ കയറാൻ പോകുന്നു. യെസ്, മൂകാംബിക. അപ്പോൾ ഇന്നത്തെ യാത്ര ഞങ്ങൾ മൂകാംബികയിലേക്കാണ് കേട്ടോ. കുറേ നാൾ ആഗ്രഹിച്ചിട്ട് പോകുന്നൊരു യാത്രയാണ്. അപ്പോൾ അവിടെ എത്താണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല എനിക്ക്. അപ്പോൾ രാത്രിയാണ് നമ്മൾ ഇവിടെ നിന്ന് പോയത്. നമ്മളൊരു രാവിലെ ഒരു പുലർച്ചയ്ക്ക് ആകുമ്പോഴേക്കും ബൈന്ദൂർ സ്റ്റേഷനെത്തി. അവിടെ നിന്ന് നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഒരു 6 മണി 6:15 വരെ വെയിറ്റ് ചെയ്തെങ്കിൽ ബസ് ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഒരു ഓട്ടോ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടന്മാർ വന്ന കാരണം ഞങ്ങൾ രണ്ടാളും ഷെയർ ഓട്ടോ പോലെ പോയി. അത് കഴിഞ്ഞ് നമ്മളവിടെ എത്തി ദേവസ്വത്തിൻ്റെ തന്നെ ഒരു റൂം എടുത്ത് അവിടെ നമ്മൾ കുളിച്ച് ഫ്രഷായി നമ്മൾ ഇറങ്ങുകയാണ്. അപ്പം ഞാൻ റൂം എടുത്ത കാര്യമൊക്കെ ഞാൻ ജസ്റ്റ് പറയണമെന്നുള്ളൂ. അതാണ് വോയിസ് ഓവർ കൊടുക്കുന്ന കാരണം പിന്നെ അതിൽ കൊടുത്തില്ല എന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളും കുളിച്ച് റെഡിയായി സെറ്റപ്പായി സുന്ദരനും സുന്ദരിയുമായിട്ട് അമ്പലത്തേക്ക് പോവാണ്. അപ്പം ഇതാണ് വേ അമ്പലത്തേക്കുള്ളത്. അപ്പുറത്തെ സൈഡ് കൂടിയും പോവാം. മലയാളികൾ തന്നെയാണ് കേട്ടോ ഓൾമോസ്റ്റ് ഇവിടെ ഉള്ള ആൾക്കാർ. മലയാളി ടച്ചാണ് കൂടുതലും ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുത്തു. ഭയങ്കര പോസിറ്റീവാണ് കേട്ടോ. കുറേ നാൾ ആഗ്രഹിച്ച് പോകണമെന്നാണെന്നറിയില്ല. എല്ലാ അമ്പലത്തിലും അങ്ങനെ തന്നെയാണല്ലോ. തൊഴുതിറങ്ങി തൊഴുന്നൊന്നും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഫോണെല്ലാം അവിടെ അല്ലാത്ത കാരണം നമ്മൾ തൊഴുത് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ നമ്മളിവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇന്നത്തെ ദിവസം മുഴുവൻ സ്റ്റേ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഫുള്ള് ഇവിടെയാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചെ എത്തി. ഇന്ന് ഫുള്ളും നാളെയാണ് ഇനി നമ്മൾ മുരുടേശ്വരമൊക്കെ പോകുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ കോമഡിയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചേട്ടൻ മുഖം കാണിക്കാണ്ട് വീഡിയോ ഒക്കെ എടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരിട്ട് ഭക്ഷണം കഴിക്കാനാണ് പോയത്. ഇവിടെ തന്നെ ഒരു ഹോട്ടലിൽ തന്നെ കേട്ടോ, ഹോട്ടൽ സന്നിധാനം എന്ന് പറഞ്ഞിട്ട് നല്ല ഫുഡായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു ഫുഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം റൂമിലൊക്കെ പോയി പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ച് കൊടജാദ്രിക്ക് ജീപ്പ് ബുക്ക് ചെയ്തു. കുറച്ച് ദൂരെ എത്തി കഴിഞ്ഞാൽ അവരൊരു സ്റ്റേ അടിക്കും. അവിടെ നിന്നിട്ട് നമുക്ക് വെള്ളമോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ ഐറ്റംസ് മേടിക്കേണ്ടതുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 8 കിലോമീറ്ററോളം അവിടെ എത്തുന്നതിനേക്കാളും 8 കിലോമീറ്ററോളം ഫുൾ ഓഫ് റോഡ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ചാർജ് വന്നത് 1 പേഴ്സന് 470 റുപ്പീസാണ് സംതിങ് ആണ് വന്നത്. അപ്പോൾ ഭയങ്കര ഉത്സാഹമായിരുന്നു എനിക്ക് പോകാൻ. അതിൻ്റെ ചിരിയിലുണ്ടാവും. ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ ചാടി തുള്ളി നടന്നു പോകണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കാണുന്നത്. നമ്മൾ ഇവിടെയാണ് നമ്മളെ ജീപ്പ് നിർത്തുക. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള ദൂരം നമ്മൾ ആ കാണുന്ന മലയിലേക്കാണ് നമുക്ക് എത്തേണ്ടത് എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി എനിക്ക്. കാരണം കുറച്ചല്ലേ ഉള്ളൂ, ഭയങ്കര ഉത്സാഹം. കാരണം ആദ്യമായിട്ട് വരുന്നതിൻ്റെ ഒരു ആഹ്ലാദത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് കയറിപ്പോയി. പിന്നെ എന്താ പറയുക, ഭയങ്കര കിതപ്പായിരുന്നു. ഫോർ എക്സാമ്പിൾ പറയാം, പട്ടി കിതക്കണ പോലെ കിതക്കായിരുന്നു ഞാൻ. പക്ഷേ സ്റ്റാമിന ഇല്ലാത്തതുകൊണ്ടാണ്. കുറച്ച് എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഭയങ്കര ഓഫ് റോഡായിട്ടുള്ള ഇതാണ്. അപ്പോൾ ഞാൻ ചെരുപ്പ് ഊരിയിട്ട് നടക്കണേ. എന്നിട്ട് നടന്ന് അവിടെ എത്താത്ത പോലെ തോന്നി നമുക്ക്. അപ്പോൾ നടക്കണ വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. വിചാരണമാണ് എൻ്റെ വീഡിയോ ഒക്കെ എടുക്കണത്. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ച് പോകുന്നൊരു കാര്യമായ കാരണം നമുക്ക് ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ ചാടി തുള്ളി പോയായിരുന്നത്. അപ്പോൾ ഇതൊക്കെ അവിടെ എത്തുന്നതിനെക്കാട്ടും തൊട്ട് മുന്നുള്ള വീഡിയോ കേട്ടോ. അതായത് കുറച്ചും കൂടി ദൂരെ എത്തി. അപ്പോൾ നമ്മളൊരു 10 കിലോമീറ്റർ കയറ്റമായതുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര ബുദ്ധിമുട്ട്. ഞങ്ങൾ അവിടെ വിശ്രമിക്കായിരുന്നു. ഞങ്ങളുടെ കിതപ്പ് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഭയങ്കരമായിട്ട് കിതച്ചിട്ടിരിക്കുന്ന ഒരു ഇരിപ്പാണ് കേട്ടോ ഇത്. കാരണം അത്രയും ഭയങ്കരമായിട്ട് സ്റ്റാമിന ഇല്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും കിതപ്പും ഇതൊക്കെ തോന്നുന്നത്. ഇത് പ്രായം എത്രയായിട്ടുള്ളൂ, നമുക്ക് എക്സസൈസൊക്കെ ചെയ്തിട്ട് ശരിയാക്കാവുന്നുള്ളൂ. എക്സസൈസ് മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളവിടെ എത്താറായപ്പോൾ ഭയങ്കര ഒരു സന്തോഷം, ഒരു തണുപ്പ് ഫീലിംഗൊക്കെ കേട്ടോ. അപ്പോൾ പോണ വഴിയിൽ നമ്മൾ ഇതിൻ്റെ ഇടയിൽ 2 മലയാണ് കയറുന്നത്. ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞാൻ ഈ വീഡിയോസിലും ഇതിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇത്. അപ്പോൾ എനിക്ക് നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര എന്താ പറയുക, എനിക്ക് തന്നെ പ്രൗഡ് തോന്നി. കാരണം ഞാൻ ഇത്ര ദൂരം നടന്ന് വന്നോലും. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഫോട്ടോ സെഷനായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നത്. പിന്നെ
ഒരു മലയാളി, ഇവരൊക്കെ മലയാളികളാട്ടോ ഇവിടെ വന്നിരിക്കുന്നവരൊക്കെ. അപ്പോൾ കുറച്ച് നേരം അവരോടൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. അതിൻ്റെ ഉള്ളിലും ചെന്നിരിക്കാൻ ഭയങ്കര പോസിറ്റീവ് എനർജി ആട്ടോ, ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. ശങ്കരാചാര്യർ തപസ് ഇരുന്നായിരുന്ന സ്ഥലമെന്നാണ് പറയപ്പെടൽ. പിന്നെ അവിടെ നിന്ന് സരസ്വതി ദേവിയുടെ അമ്പലം നമുക്കില്ലാത്ത കാരണം അവിടേക്ക് മൂകാംബിക ദേവിനെ തപസ് ചെയ്തിട്ട് കൊണ്ടുവരുമായിരുന്നു. പക്ഷേ തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ തിരിഞ്ഞു നോക്കിയ ചെലങ്കയുടെ ശബ്ദം, അതായത് പാദസരത്തിൻ്റെ ശബ്ദം കേൾക്കാണ്ടായപ്പോൾ തിരിഞ്ഞു നോക്കിയ കാരണമാണ് മൂകാംബിക ഉള്ള സ്ഥലത്ത് അവിടെ നിന്നു എന്നാണ് പറയപ്പെടൽ. അങ്ങനെ ഓരോ ഐതിഹ്യങ്ങൾ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പിന്നെ തിരിച്ച് നടക്കുകയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിപ്പോൾ എന്തൊക്കെയോ ഇങ്ങനെ വീഡിയോ എടുക്കണതിൻ്റെ ഒരു ഉത്സാഹത്തിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ വിച്ചോട്ടൻ ഈ വഴിയൊക്കെ ഭയങ്കര രസമാണ്. കാരണം കയറി വരുമ്പോഴാണ് നമുക്കറിയാം ഇതിൻ്റെ ഫീൽ എന്താ വെച്ചാൽ, ഇതിൻ്റെ മരങ്ങൾക്കിടയിൽ ഈ വഴിയിലേക്ക് എത്തുമ്പോൾ ഭയങ്കര തണുപ്പ്, ഒരു എന്താ പറയുക ഭയങ്കര തണുപ്പും. നമ്മളിപ്പം പ്രകൃതിദത്തമായിട്ടുള്ള AC ആയിട്ട് എനിക്ക് തോന്നി. വെറുതെ പറയല്ല കേട്ടോ, നമുക്കത് നടന്ന് വരുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും കറക്റ്റ്. അപ്പോൾ എനിക്ക് ഈ വ്യൂ ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വിചാരണെ കൊണ്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുപ്പിച്ചിട്ടാണ് ഞാൻ നടന്നത്. അപ്പോൾ ഇതിങ്ങനെ നടന്ന് എത്തുമ്പോൾ ആ മല അങ്ങനെ വെളുത്ത് കാണുമ്പോൾ നല്ല രസമുള്ള വ്യൂ ആയിരുന്നു കേട്ടോ. നമ്മളിത് അനുഭവിച്ച് തന്നെ അറിയാം. നമ്മൾ ഇടയ്ക്കെങ്കിലും നമ്മുടെ എന്താ പറയുക തിരക്കുകളും ഇതോടൊക്കെ ഒന്ന് ഒഴിവാക്കി വല്ലപ്പോഴും എവിടേക്കെങ്കിലുമൊക്കെ ഒരു യാത്ര, അത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അത് ബെറ്ററാണ്, നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ വേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഇറങ്ങുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ, ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് നമുക്ക് നടന്നു വരാം അങ്ങനെ. ഹലോ ഗൈസ്, നമ്മളപ്പോൾ കുടജാത്രി ഇറങ്ങുകയാണ്. നമ്മൾ കയറുന്ന ആ ഒരു സ്ട്രെയിനില്ല ഇറങ്ങുമ്പോൾ അല്ലേ, അവർക്ക് അപ്പറായിട്ട് ഇങ്ങനെ കാണിക്കുന്നൊക്കെ. അവിടെ കയറുന്ന അത്ര സ്ട്രെയിൻ ഇല്ല ഇറങ്ങുമ്പോൾ. അപ്പോൾ ഒരു 3/4 ഭാഗത്തോളം കംപ്ലീറ്റ് ആയി, ഇനി ബാക്കിയും കൂടി ഉണ്ട് അല്ലേ മണിയ, അല്ലേ ബാക്കിയും കൂടി ഉണ്ടല്ലോ ഇനി. ഞങ്ങളപ്പോൾ ഒരു വഴിയിലെത്തിയപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുക. ഞങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ വരുന്നേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ 2 ആൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ജീപ്പ് എടുത്തിട്ട് തൃശ്ശൂരിൽ നിന്ന് കുറച്ച് പേരില്ലേ, അതാണ് അവസ്ഥ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് പോയി. അപ്പോൾ ഒരു സൂപ്പർ ഭക്ഷണം കിട്ടി, ഒരു ചോറ് ഊണായിട്ടുള്ളൊരു താലി പോലത്തെ ഒരു ഭക്ഷണം. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം റൂമിൽ പോയി റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ സൗഭാർണിക റിവർ കാണാനൊന്നും പോകാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു ഇവിടെ അധികം ആൾക്കാരൊന്നും വരില്ല, കാരണം അവിടെ നിന്ന് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഒരു ഇത്തിരി ദൂരം നടന്നിട്ടാണ്, ഇത്തിരി ദൂരം കേട്ടോ, കുറച്ച് ദൂരം നടന്നിട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആരും ഇങ്ങനെ നടക്കാനൊന്നും വരില്ല. പക്ഷെ അവിടെ എത്തി നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. ക്രൗഡ് എന്ന് പറയാൻ മാത്രമല്ല, അത്യാവശ്യം കുറേ പേരുണ്ടായിരുന്നു കുളിക്കാനും വെള്ളത്തിൽ കളിക്കാനും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ടൈം സ്പെൻഡ് ചെയ്ത് കാലൊക്കെ ഒന്ന് നനച്ച് ഞങ്ങൾ അവിടെ നിന്ന്. ഭയങ്കര തണുവ് കേട്ടോ, വെള്ളത്തിനിപ്പോൾ വെയിലൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞങ്ങളൊരു 3 മണി കഴിഞ്ഞതിന് ശേഷമാണ് പോയത്. ഞങ്ങൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കാലൊക്കെ ഇട്ട് എന്നിട്ടാണ് ഇവിടെ നിന്ന് മടങ്ങിയത്. അപ്പോൾ ഇന്ന് വൈകിട്ട് ഒന്നും കൂടി ഞങ്ങൾ മൂകാംബിക തൊഴാൻ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ എന്തോ അരവിന്ദൻ്റെ അതിഥികളിൽ വിനീത് ശ്രീനിവാസൻ നടന്നു വരുന്ന വഴിയാണെന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ട്, പിന്നെ മുന്നേ ഇവിടെയായിരുന്നു താമസിച്ചായിരുന്നെന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടൽ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അത് തിരിച്ച് വരുന്ന വഴി കേട്ടോ. ഇത് മൂകാംബിക ടെമ്പിളാണ് നേരെ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം നൈറ്റ് വാക്കിങ്ങിനൊക്കെ ഒന്ന് ഇറങ്ങി. അതിന് ശേഷമാണ് ഞങ്ങൾ റൂമിലേക്ക് പോണത്. അപ്പോൾ പോണ വഴിയിലുള്ള കുറച്ച് കാഴ്ചകളാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തു. ഉള്ളിൽ പോയി തൊഴുതിരുന്നു ഞങ്ങൾ, വൈകിട്ട് ഉള്ളിൽ പോയി തൊഴുതായിരുന്നു. വൈകിട്ടും തൊഴാൻ ഭയങ്കര രസമാണ് കേട്ടോ. അതായത് നമ്മൾ ആദ്യമായിട്ട് വരുന്നതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ദേവിയുടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, പൊറോട്ടയും ഞാനൊരു മസാല ദോശ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അതിൻ്റെ പരിസരത്തൊക്കെ നടന്ന് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നടന്ന്
എനിക്കിങ്ങനെ ഈ കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കീ ചെയിൻ, ഞങ്ങളുടെ ഒരു വണ്ടി ഈ അടുത്ത് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കീ ചെയിൻ പണിയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പേര് എഴുതാൻ വേണ്ടിയിട്ട് കുഞ്ഞു പ്രാന്തുകൾ, അപ്പോൾ അതൊന്നും കൊടുത്തു. അപ്പോൾ ആ ചേട്ടൻ കൈ പിടിച്ച് നടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരമണിക്കൂർ. അതാണ് ഈ ചേട്ടൻ കൈ ഇങ്ങനെ പിടിച്ച് നടക്കണേ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി. ഞാൻ കാണിച്ചു തരാം കേട്ടോ കീ ചെയിൻ ഇതിൽ എന്താ കണ്ടോ. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞ് റൂമിലെത്തി. പിറ്റേ ദിവസമാണ് ഞങ്ങൾ മുരുടേശ്വരം യാത്ര പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാനത് ഇടാം എന്തായാലും. ഈ വീഡിയോയിൽ ഞാൻ ഇത്രയും ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യാം. ടേക്ക് കെയർ, ബൈ ബൈ.